സൗഹൃദത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിളിന്റെ ഉത്തരം: സൗഹൃദങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനും സന്തോഷമുള്ളവരായിരിക്കാനും സഹായിക്കും. നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിക്കാനും മെച്ചപ്പെട്ട വ്യക്തികളാക്കാനും നല്ല സുഹൃത്തുക്കൾക്ക് കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. കൂട്ടുകാർ നല്ലതല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അത് മുന്നറിയിപ്പ് തരുന്നു. ഇങ്ങനെയുള്ള ആളാണ് ഒരു നല്ല സുഹൃത്ത്. ഒരു നല്ല സൗഹൃദത്തിൽ ഒരേ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഉദാഹരണത്തിന് സങ്കീർത്തനം 119:63 പറയുന്നു: അങ്ങയെ ഭയപ്പെടുന്ന ഏവർക്കും അങ്ങയുടെ ആജ്ഞകൾ പാലിക്കുന്നവർക്കും ഞാൻ സ്നേഹിതനാകുന്നു. ഈ ബൈബിൾ എഴുത്തുകാരൻ ആരെ സുഹൃത്താക്കാനാണ് ആഗ്രഹിച്ചത്? ദൈവത്തെ സന്തോഷിപ്പിക്കാനും ദൈവത്തിൻ്റെ നിലവാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നവരെ. ഒരു നല്ല സുഹൃത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചും ബൈബിൾ പറയുന്നു. ഉദാഹരണത്തിന്, യഥാർത്ഥ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. കഷ്ടതകളുടെ സമയത്ത് അവൻ കൂടെ പിറപ്പായിത്തീരുന്നു. പരസ്പരം നശിപ്പിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, എന്നാൽ കൂടെ പിറപ്പിനേക്കാൾ കൂറുള്ള കൂട്ടുകാരുമുണ്ട്. ഈ വാക്യങ്ങൾ ഒരു നല്ല സുഹൃത്ത് വിശ്വസ്തതയും സ്നേഹവും ദയയും ഉദാരതയുമുള്ള ആളായിരിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളൊരു തെറ്റായ വഴിയിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമെടുക്കുമ്പോഴോ ആ സുഹൃത്ത് ധൈര്യത്തോടെ നമ്മളോടത് തുറന്നു പറയും. സുഭാഷിതങ്ങൾ 27:6-9. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചില നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? പ്രായത്തിലും പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും അധികാരസ്ഥാനത്തിലുമൊക്കെ വ്യത്യാസമുണ്ടായിരുന്നവർ നല്ല കൂട്ടുകാരായിരുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. അത്തരം 3 സൗഹൃദങ്ങളെക്കുറിച്ച് നോക്കാം. രൂത്തും നവോമിയും. രൂത്ത് നവോമിയുടെ മരുമകളായിരുന്നു. അതുകൊണ്ടുതന്നെ അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നിരിക്കും. കൂടാതെ വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്നുമുള്ളവരായിരുന്നു അവർ. ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ സൗഹൃദം വളരെ ശക്തമായിരുന്നു. രൂത്ത് 1:16. ദാവീദും യോനാഥാനും. സാധ്യതയനുസരിച്ച് യോനാഥാന് ദാവീദിനേക്കാൾ 30 വയസ്സ് കൂടുതലുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ബൈബിൾ അവരെക്കുറിച്ച് പറയുന്നത് യോനാഥാനും ദാവീദും ഉറ്റ സുഹൃത്തുക്കളായി എന്നാണ്. 1 ശമൂവേൽ 18:1. യേശുവും അപ്പോസ്തലന്മാരും. അപ്പോസ്തലന്മാരുടെ ഗുരുവും യജമാനനുമായിരുന്നതുകൊണ്ട് യേശുവിന് അവരുടെ മേൽ അധികാരമുണ്ടായിരുന്നു. യോഹന്നാൻ 13:13. എന്നാൽ അവർ തനിക്ക് പറ്റിയ കൂട്ടുകാരല്ലെന്ന് യേശു ചിന്തിച്ചില്ല. പകരം താൻ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചവരോട് യേശുവിന് അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. യേശു പറഞ്ഞു: ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു, കാരണം എന്റെ പിതാവിൽ നിന്നും കേട്ടത് മുഴുവൻ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ 15:15. ഒരാൾക്ക് ദൈവത്തിന്റെ സുഹൃത്തായിരിക്കാൻ കഴിയുമോ? കഴിയും. മനുഷ്യർക്ക് ദൈവത്തിന്റെ സുഹൃത്തുക്കളായിരിക്കാൻ കഴിയും. ബൈബിൾ പറയുന്നു, നേരുള്ളവരെയാണ് ദൈവം ഉറ്റ സുഹൃത്തുക്കളാക്കുന്നത് എന്ന്. സുഭാഷിതങ്ങൾ 3:32. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവം സുഹൃത്തുക്കളാക്കുന്നത് മര്യാദയും മാന്യതയുമുള്ള സത്യസന്ധരായ ദൈവത്തിന്റെ നിലവാരങ്ങൾക്ക് ചേർച്ചയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ്. ഉദാഹരണത്തിന്, വിശ്വാസിയായ അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് ബൈബിൾ വിളിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 20:7, യെശയ്യാ 41:8, യാക്കോബ് 2:23.